മകരവിളക്ക് കാലത്ത് ശബരിമല സന്ദർശിക്കാൻ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടി ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ. എന്നാൽ ശബരിമലയിൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും അത് നശിപ്പിക്കാനാണോ സുരേന്ദ്രൻ അങ്ങോട്ടേക്ക് പോകുന്നതെന്നും ജസ്റ്റിസ് രാജ വിജയരാഘവൻ വാക്കാൽ ചോദിച്ചു. ശബരിമലയിലെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമമാണ് പ്രതി നടത്തുന്നതെന്ന് പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ സുമൻ ചക്രവർത്തി കോടതിയെ അറിയിച്ചു. ഈ സീസണിൽ ഇയാളെ പ്രവേശിപ്പിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. തുടർന്ന് അപേക്ഷ പരിഗണിക്കുന്നത് കോടതി തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. ചിത്തിരാട്ടവിശേഷ സമയത്ത് ദർശനത്തിനെത്തിയ 52 വയസ്സുകാരിയെയും ബന്ധുവിനെയും ആക്രമിച്ച കേസിൽ ഡിസംബർ 7-നാണ് സുരേന്ദ്രന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. കേസിന്റെ ആവശ്യത്തിനല്ലാതെ പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കരുതെന്ന കർശന നിബന്ധനയോടെയാണ് 2 ലക്ഷം രൂപയുടെ സ്വന്തം ബോണ്ടും തുകയ്ക്ക് തുല്യമായ 2 ആൾജാമ്യവും അടക്കം ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. സമാന കുറ്റകൃത്യങ്ങളിൽ ഇടപെടരുതെന്നും വ്യവസ്ഥകളിൽ പറയുന്നുണ്ട്. പാസ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഗൂഢാലോചനയ്ക്ക് IPC 120B പ്രകാരം ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ് ചുമത്തിയിരുന്നത്. ഗൂഢാലോചന നടത്തിയതിന് തെളിവുകൾ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് കേസെടുത്തത്. കെ സുരേന്ദ്രന് പുറമെ RSS നേതാവ് വത്സൻ തില്ലങ്കേരി, BJP നേതാവ് VV രാജേഷ്, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രകാശ് ബാബു എന്നിവർക്കെതിരെയും ഗൂഢാലോചന കുറ്റം ചുമത്തിയിരുന്നു. ശബരിമലയിൽ സ്ത്രീകളെ തടഞ്ഞ സംഭവത്തിൽ സുരേന്ദ്രന്റെ പ്രവൃത്തി ന്യായീകരിക്കാനാവുന്നതല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. സുരേന്ദ്രൻ നടത്തിയത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളാണ്. സുരേന്ദ്രന് ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിലാണ് കോടതിയുടെ വിമർശനം. 21 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് സുരേന്ദ്രൻ അന്ന് പുറത്തിറങ്ങിയത്. അതേസമയം മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമലയിൽ പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ രൂക്ഷ വിമർശനവുമായി സുരേന്ദ്രൻ രംഗത്തെത്തി. ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളെ തുടർന്ന് കടുത്ത നിയന്ത്രണങ്ങളാണ് പോലീസ് മകരവിളക്ക് ദിവസം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പോലീസുകാർക്ക് പുറമെ പ്രത്യേക തിരിച്ചറിയൽ കാർഡുള്ളവർക്ക് തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കാവൂ എന്നാണ് പോലീസ് നിർദ്ദേശം. ഇതിനെതിരെയാണ് സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത്. അയ്യപ്പന്റെ തിരുവാഭരണം ഇനി മുതൽ CITU ചുമട്ടുതൊഴിലാളികൾ എടുക്കുമെന്നായിരുന്നു ഇതിനെതിരായ സുരേന്ദ്രന്റെ വാക്കുകൾ. അയ്യപ്പന്റെ കുടുംബാംഗങ്ങളും ഗുരുസ്വാമിയും വേണ്ട എന്ന് പോലീസിന്റെ ഉത്തരവ്. ഭക്തജനങ്ങൾ കൂടെ വരേണ്ട പോലും, ശരണം വിളിക്കാനും വിലക്കുണ്ടത്രേ എന്നും സുരേന്ദ്രൻ ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: അയ്യപ്പന്റെ തിരുവാഭരണം ഇനി മുതൽ CITU ചുമട്ടുതൊഴിലാളികൾ എടുക്കും. അയ്യപ്പന്റെ കുടുംബാംഗങ്ങളും ഗുരുസ്വാമിയും വേണ്ട എന്ന് പോലീസിന്റെ ഉത്തരവ്. ഭക്തജനങ്ങൾ കൂടെ വരേണ്ട പോലും, ശരണം വിളിക്കാനും വിലക്കുണ്ടത്രേ. പോലീസ് കൊടുക്കുന്ന തിരിച്ചറിയൽ കാർഡുള്ളവർക്ക് മാത്രമേ തിരുവാഭരണത്തെ അനുഗമിക്കാൻ അനുമതിയുള്ളൂ. പത്തനംതിട്ട SP നാരായണന്റേതാണ് ഇൻഡാസ്. DGPയുടെ നിർദ്ദേശാനുസരണമാണ് ഉത്തരവ്. മഞ്ജു ജോസഫിനും രഹന ഫാത്തിമയ്ക്കും മേരി സ്വീറ്റിക്കും ശബരിമല കളങ്കപ്പെടുത്താൻ പോലീസ് അകമ്പടി. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ഏതായാലും അയ്യപ്പ ഭക്തർ തയ്യാറാവില്ല. സുപ്രീം കോടതി ഉത്തരവിൽ ഇതും പറഞ്ഞിട്ടുണ്ടോ? നാരായണ നാരായണ എന്നിങ്ങനെയാണ് സുരേന്ദ്രൻ കുറിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.